മോന്ത ചുഴലിക്കാറ്റിൽ ആന്ധ്രയിൽ 4 മരണമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അടുത്ത 3 മണിക്കൂറിനുള്ളിൽ കാറ്റിന്റെ ശക്തി കുറയുമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. കാലാവസ്ഥ അനുകൂലമായതോടെ വിശാഖപട്ടണം, വിജയവാഡ വിമാനത്താവളങ്ങളിലെ സർവീസുകൾ പുനരാരംഭിക്കുകയും ചെയ്തു. കെ.പി. ശ്രീധരൻ വിവരങ്ങളുമായി ചേരും. അതിനു മുൻപ് നമുക്ക് ഈ ദൃശ്യങ്ങളൊന്ന് കാണാം. കെ.ബി. ശ്രീധരൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. ശ്രീധരൻ, അടുത്ത 3 മണിക്കൂറിനുള്ളിൽ കാറ്റിന്റെ വേഗത കുറയും, പ്രഹരശേഷി കുറയും എന്നുള്ളതാണ് ഇപ്പോൾ മുന്നറിയിപ്പായി വന്നിരിക്കുന്നത്. 4 മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കൂടുതൽ മേഖലകളിൽ രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു? മറ്റുള്ള വിവരങ്ങൾ. രക്ഷാപ്രവർത്തനം പൂർണ്ണതോതിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെയും നേതൃത്വത്തിൽ പലയിടത്തായി, അതായത് ഈ ദുരന്ത ബാധിത പ്രദേശങ്ങളിലൊക്കെ വിവിധ കമ്പനികളെ നിയോഗിച്ചിരുന്നു. ഏതായാലും ഇപ്പോൾ സാധാരണ നിലയിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ ആന്ധ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ കാറ്റ് നർസിപുരയ്ക്ക് മുകളിലാണ് ഉള്ളത്. ഇവിടെ ഇപ്പോഴത്തെ വേഗം എന്നുള്ളത് 80 കിലോമീറ്റർ ആണ് മണിക്കൂറിൽ. കാറ്റ് കര തൊട്ടത് മച്ചിലിപ്പട്ടണത്തിനും കലിംഗപ്പട്ടണത്തിനും ഇടയിൽ കര തൊട്ടത് 100 കിലോമീറ്റർ വേഗത്തിലായിരുന്നു. തീവ്ര ചുഴലിക്കാറ്റ് സാധാരണ ചുഴലിക്കാറ്റായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. വൈകാതെ ഇതൊരു ന്യൂനമർദ്ദമായി ഒടുങ്ങും എന്നുള്ളതാണ് നിലവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. 3 മണിക്കൂറിനകം തന്നെ കാറ്റിൻ്റെ ശക്തി വളരെ കുറയാൻ ഇടയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഉച്ചയോടുകൂടി മോന്ത ചുഴലിക്കാറ്റിൻ്റെ പ്രഭാവത്തിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാകും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. അതിനിടയിലാണ് ഈ ആന്ധ്രാപ്രദേശിൽ 4 മരണം ഈ മഴക്കെടുതിയെ തുടർന്ന് മോന്ത ചുഴലിക്കാറ്റിനെ തുടർന്ന് ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. ഏറ്റവും അധികം ഈ ദുരന്തം ബാധിച്ചിരിക്കുന്നത് വിശാഖപട്ടണം, കാക്കിനാട, അതുപോലെ ഓങ്കോൾ മേഖല, വെസ്റ്റ് ഗോദാവരി, ഈസ്റ്റ് ഗോദാവരി ജില്ലകൾ ഉൾപ്പെടെ 7 ജില്ലകളിലാണ്. ഇവിടങ്ങളിലെല്ലാം തന്നെ പലയിടത്തും വെള്ളം കയറിയിട്ടുണ്ട്. ഈ മരങ്ങളൊക്കെ കടപുഴകി വീണ് കാര്യമായിട്ടുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. വൈദ്യുതി ബന്ധം താറുമാറായി നിൽക്കുന്ന ഒരവസ്ഥയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ ചുഴലിക്കാറ്റിനെ തുടർന്ന് നിർത്തിവെച്ചിരുന്ന അല്ലെങ്കിൽ അടച്ചിട്ടിരുന്ന വിശാഖപട്ടണത്തെയും വിജയവാഡയിലെ ഗന്നാവരം വിമാനത്താവളവും ഇതിനോടകം തുറന്ന് സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. പൂർണ്ണതോതിൽ സർവീസ് ആയിട്ടില്ലെങ്കിൽ പോലും വിമാനത്താവളത്തിൽ നിന്ന് സർവീസുകൾ ആരംഭിച്ചതായിട്ടാണ് ലഭിക്കുന്ന വിവരം. റെയിൽവേ ഗതാഗതം ഇതുവരെ പുനരാരംഭിക്കാനായിട്ടില്ല. ട്രാക്കിൽ പലയിടത്തും വെള്ളം കയറിയിട്ടുണ്ട്. ഏതായാലും അതിൻ്റെ നടപടികളൊക്കെ വൈകാതെ തന്നെ റെയിൽവേയുടെ ഭാഗത്ത് ഔദ്യോഗിക അറിയിപ്പ് വരുമെന്നാണ് അറിയുന്നത്. ഏതായാലും വലിയ കൃഷിനാശം ആന്ധ്രാപ്രദേശിൽ ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 1.75 ലക്ഷം ഹെക്ടർ ഭൂമിയിൽ കൃഷി നശിച്ചു എന്നുള്ളതാണ് നിലവിലെ ലഭിക്കുന്ന വിവരം. നിലവിൽ വലിയ അളപായമില്ലാത്ത 100 കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് ആന്ധ്രാ തീരം തൊട്ടത്. പക്ഷേ ഇപ്പോൾ ഒരു സാധാരണ കൊടുങ്കാറ്റായി വേഗത കുറഞ്ഞിട്ടുണ്ട്. 3 മണിക്കൂറിനുള്ളിൽ വീണ്ടും കാറ്റിന്റെ തീവ്രത കുറയും എന്നുള്ളതാണ് മുന്നറിയിപ്പുകൾ. 4 മരണമാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്.